സോളാറിന്റെ ഭാവി അല്ലെങ്കിൽ റിന്യൂവബിൾ എനർജിയുടെ ഭാവി കേരളത്തിൽ എന്നുള്ളത് നമ്മൾ വെയിറ്റ് ചെയ്ത് തന്നെ കാണേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇതേ ടൈം ഉപയോഗിക്കുന്ന കസ്റ്റമേഴ്സിന് മാത്രമാണ് സോളാർ വെക്കുന്നതുകൊണ്ട് ഒരു എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടാകുക. ഇത്രയും രീതിയിലാണ് KEC പുതിയ മീറ്ററിംഗ് ഫെസിലിറ്റി വന്നുകൊണ്ടിരിക്കുന്നത്. KECBയുടെ പുതിയ സോളാർ റെഗുലേഷനെ കുറിച്ചാണ് സംസാരിക്കാനുള്ളത്. നിലവിൽ സോളാർ പവർ പ്ലാന്റുകൾ ചെയ്തിട്ടുള്ള ആളുകളും അതുപോലെ തന്നെ ഒക്ടോബർ 1 തീയതിക്ക് മുമ്പായിട്ട് സോളാർ പവർ പ്ലാന്റുകൾ ചെയ്ത് കമ്മീഷൻ ചെയ്യാൻ പോകുന്ന ആളുകൾക്കും യാതൊരു വിധത്തിലും പ്രോബ്ലങ്ങൾ ഉണ്ടാകാത്ത രീതിയിലാണ് പുതിയ രേഖയുള്ളത്. അത് നിലവിൽ നെറ്റ് മീറ്ററിംഗിൽ തന്നെ നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കും. അത് ഒരു പ്രോബ്ലവും ഇല്ല. എന്നാൽ അതിനുശേഷം എന്ത് സംഭവിക്കും എന്നുള്ളതാണ് നമ്മൾ പ്രധാനമായിട്ടും ചിന്തിക്കേണ്ട ഒരു കാര്യം. അതിനുശേഷം വരുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 രീതിയിലുള്ള മീറ്ററിംഗ് ഫെസിലിറ്റിയാണ് KECB ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലവിലുള്ള നെറ്റ് മീറ്ററിംഗ് രീതി പ്രകാരം 1 മെഗാവാട്ട് വരെയാണ് നമുക്ക് പ്ലാന്റ് കപ്പാസിറ്റി നെറ്റ് മീറ്ററിംഗിൽ അലൗഡ് ആയിട്ടുള്ളത്. എന്നാൽ പുതിയ കരട് രേഖ പ്രകാരം നമുക്ക് നെറ്റ് മീറ്ററിംഗ് എന്ന് പറയുന്നത് 3 കിലോവാട്ട് വരെ ലിമിറ്റ് ചെയ്യുന്നുണ്ട്. 3 കിലോവാട്ടിന് മുകളിലേക്ക് നെറ്റ് മീറ്ററിംഗ് വേണമെന്നുണ്ടെങ്കിൽ 5 കിലോവാട്ട് മാത്രമാണ് അലൗഡ് ആകുന്നത്. 5 കിലോവാട്ടിലേക്ക് പോകുമ്പോൾ കൺസ്യൂമർ 3 ഫേസ് ലൈനിലേക്ക് മാറണം എന്നുള്ളൊരു കാര്യം കൂടെയുണ്ട്. 3 ഫേസ് ലൈൻ ആയി കഴിഞ്ഞാൽ നമുക്ക് 5 കിലോവാട്ട് നെറ്റ് മീറ്ററിംഗിലേക്ക് ചെയ്യാം. വേറൊരു ഉപാധി കൂടെയുണ്ട്. അതിന്റെ 30% ബാറ്ററി ബാക്കപ്പോട് കൂടി മാത്രമേ നമുക്ക് നെറ്റ് മീറ്ററിംഗ് ചെയ്യാൻ പറ്റൂ. അതായത് 3 കിലോവാട്ട് വരെ നെറ്റ് മീറ്ററിംഗ് ചെയ്യാം ഓൺ ഗ്രിഡ് സിസ്റ്റത്തിൽ. 5 കിലോവാട്ടിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹൈബ്രിഡ് സിസ്റ്റം ആക്കി മാറ്റണം എന്നുള്ളതാണ്. അത് കഴിഞ്ഞാൽ വരുന്ന ഒരു സിസ്റ്റമാണ് നെറ്റ് ബില്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. 5 കിലോവാട്ട് വരെ നെറ്റ് മീറ്ററിംഗ് വിത്ത് ബാറ്ററി വരുന്നു. അതിന് മുകളിലേക്കുള്ള എല്ലാ കസ്റ്റമേഴ്സിനും നെറ്റ് ബില്ലിംഗ് ഫെസിലിറ്റി ആയിരിക്കും വരുന്നത്. നെറ്റ് ബില്ലിംഗ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആണ് ഡേ ടൈമിൽ, അതായത് സോളാർ റൂഫ് ടോപ്പ് ചെയ്ത് നമ്മൾ എന്ന് പറയുന്ന യൂണിറ്റ് ഒരു ഡേ ടൈമിൽ ജനറേറ്റ് ചെയ്ത് നമ്മൾ ഗ്രിഡിലേക്ക് കൊടുത്തിട്ടുണ്ടെന്ന് കരുതുക. നമ്മുടെ യൂസേജ് കഴിഞ്ഞിട്ട് ബി എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ബില്ല് വരുന്നത് ബി ഇൻറ്റു എത്രയാണോ റേറ്റ് മൈനസ് നമ്മൾ കൊടുത്ത യൂണിറ്റ് ഇൻറ്റു നമ്മൾ സോളാറിലേക്ക് എടുക്കുന്നതിന് അവർ നിശ്ചയിക്കുന്ന ചാർജ്, അതായിരിക്കും നമ്മുടെ ബില്ലായിട്ട് വരിക. അതാണ് നെറ്റ് ബില്ലിംഗ് എന്ന് പറയുന്നത്. 500 കിലോവാട്ട് വരെയുള്ള എല്ലാ കസ്റ്റമേഴ്സിനും നെറ്റ് ബില്ലിംഗ് എന്നുള്ള രീതിയാണ് നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നത്. അങ്ങനെ വരുമ്പം ഡേ ടൈം ഉപയോഗിക്കുന്ന കസ്റ്റമേഴ്സിന് മാത്രമാണ് സോളാർ വെക്കുന്നതുകൊണ്ട് ഒരു എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടാകുക. നൈറ്റ് ടൈമിൽ യൂസ് ചെയ്യുന്ന കസ്റ്റമേഴ്സിന് ഒരു ബെനിഫിറ്റ് ഉള്ള പോലെ തോന്നില്ല. ചെറിയൊരു യൂണിറ്റിൽ റേറ്റ് മാത്രം ഉണ്ടാകുക. അങ്ങനെ വരുമ്പം ഡെഫിനറ്റ്ലി റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ആകാനുള്ള സാധ്യതയാണ് ഇവിടെ ഉള്ളത്. അത് കഴിഞ്ഞുള്ള രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രോസ് മീറ്ററിംഗ് ആണ്. ഗ്രോസ് മീറ്ററിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 മെഗാവാട്ട് വരെയാണ് ഗ്രോസ് മീറ്ററിംഗ് അലൗഡ് ആകുക. ഗ്രോസ് മീറ്ററിംഗ് വരുന്നത് നമ്മൾ ജനറേറ്റ് ചെയ്ത് കൊടുക്കുന്നതിന് ഒരു റേറ്റും നമ്മൾ യൂസ് ചെയ്യുന്നതിന് വേറൊരു റേറ്റും ആയിരിക്കും. ഇതിന്റെ മൈനസ് ആണ് നമ്മൾ KECBയിലേക്ക് പേ ചെയ്യേണ്ടി വരിക. ആ മെത്തേഡാണ് ഗ്രോസ് മീറ്ററിംഗ് എന്ന് പറയുന്നത്. ഗ്രോസ് മീറ്ററിംഗ് ആയിരിക്കും ബാക്കിയുള്ള എല്ലാ കസ്റ്റമേഴ്സിനും നമുക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ ഇവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന 3 മീറ്ററിംഗ് സിസ്റ്റം കൂടെ ഉണ്ട്. ഒന്ന് BTM, ബിഹൈൻഡ് ദ മീറ്റർ സിസ്റ്റം എന്ന് പറയും. ബിഹൈൻഡ് ദ മീറ്റർ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് കൺസ്യൂമറിനും സോളാർ ഇൻസ്റ്റാൾ ചെയ്യാം. ഇൻസ്റ്റാൾ ചെയ്യുന്നത് അവരുടെ യൂസേജിന് ഉപയോഗിക്കാൻ വേണ്ടി മാത്രം, ഗ്രിഡിലേക്കുള്ള എക്സ്പോർട്ട് അലൗഡ് ആകാത്ത രീതിയിലുള്ള ഒരു ഫെസിലിറ്റിയാണ് BTM എന്ന് പറയുന്നത്. അത് നമുക്ക് വലിയ മാനുഫാക്ചറിംഗ് പ്ലാന്റുകൾ അല്ലെങ്കിൽ അങ്ങനത്തെ കസ്റ്റമേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് റിന്യൂവബിൾ എനർജിയിലേക്ക് കൺവേർട്ട് ചെയ്ത് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ആ രീതി ഫോളോ ചെയ്യാവുന്നതാണ്. ഗ്രിഡുമായിട്ടൊരു ബന്ധവും ഉണ്ടാവില്ല. ഗ്രിഡിൽ നിന്നേക്ക് നമ്മൾ ലൈൻ ഇൻജെക്ട് ചെയ്യുകയുമില്ല. അടുത്തൊരു രീതിയാണ് GNM എന്ന് പറയും, ഗ്രൂപ്പ് നെറ്റ് മീറ്ററിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. വേറൊന്നുമല്ല, നമ്മൾ വീലിംഗ് ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഫെസിലിറ്റിയാണ് GNM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു കൺസ്യൂമർ നെയിമിന്റെ അണ്ടറിൽ മൾട്ടിപ്പിൾ കൺസ്യൂമർ നമ്പേഴ്സ് ആഡ് ചെയ്തുകൊണ്ട് വീൽ ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഫെസിലിറ്റിയാണ് GNM എന്ന് പറയുന്നത്. ഉപാധികളോട് കൂടിയാണ് അതും ഉള്ളത്. പിന്നെ ഒരു ഫെസിലിറ്റിയാണ് VNM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വിർച്വൽ നെറ്റ് മീറ്ററിംഗ് എന്ന് പറയും. വിർച്വൽ നെറ്റ് മീറ്ററിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സോളാർ പ്ലാന്റ് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് കപ്പാസിറ്റി ഇല്ലാത്ത, അതായത് റൂഫ് ടോപ്പിൽ സ്പേസ് ഇല്ലാത്ത അല്ലെങ്കിൽ കൺജസ്റ്റഡ് ഏരിയയിലുള്ള ആളുകൾക്കും റിന്യൂവബിൾ എനർജി യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് VNM എന്ന് പറയുന്നത്. VNM നമ്മൾ ഓപ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഇൻസ്റ്റാൾ ചെയ്ത പ്ലാന്റിൽ നിന്ന് ഇലക്ട്രിസിറ്റി മേടിച്ച് ഉപയോഗിക്കുന്ന രീതിയാണ് VNM എന്ന് പറയുന്നത്. വിർച്വൽ നെറ്റ് മീറ്ററിംഗിൽ നമുക്ക് വിർച്വൽ മീറ്ററിംഗ് ഒരിക്കലും നെറ്റ് മീറ്ററിംഗ് ഫെസിലിറ്റിയിലായിരിക്കില്ല എടുക്കുന്നത്. നെറ്റ് ബില്ലിംഗ് രീതിയിലായിരിക്കും VNM റീഡ് ചെയ്യുന്നത്. പക്ഷേ സോളാർ പ്ലാന്റിൽ നിന്നുള്ള ഇലക്ട്രിസിറ്റി യൂസ് ചെയ്യാവുന്ന രീതിയിൽ അവർക്ക് വൈദ്യുതി മേടിച്ചുകൊണ്ട് ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു ഫെസിലിറ്റിയാണ് VNM എന്ന് പറയുന്ന രീതിയിൽ കൊടുക്കുന്നത്. ഇത്രയും രീതിയിലാണ് KECB പുതിയ മീറ്ററിംഗ് ഫെസിലിറ്റി വന്നുകൊണ്ടിരിക്കുന്നത്, പുതിയ റെഗുലേഷൻ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇതാണ് സോളാറിന്റെ പുതിയ രീതിയിലേക്കുള്ള മീറ്ററിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഏത് രീതിയിലാണ് ഇത് കസ്റ്റമേഴ്സിനെ ബാധിക്കുക എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. കാര്യം നെറ്റ് മീറ്ററിംഗ് ഫെസിലിറ്റി എന്നുള്ളതാണ് ഏറ്റവും ലാഭകരമായ രീതി. ബാക്കി ഏത് രീതി നമ്മൾ അവലംബിച്ചു എന്ന് പറഞ്ഞാലും നമ്മുടെ ആസ് എ കൺസ്യൂമർ അല്ലെങ്കിൽ ആസ് എ ഒരു ഇൻവെസ്റ്റർ എന്നുള്ള രീതിയിൽ നമ്മൾ കണക്കൂട്ടി കഴിഞ്ഞാൽ അതിന്റെ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ മാർക്ക് തന്നെയായിരിക്കും. ഇത് എങ്ങനെയാണ് സോളാറിന്റെ ഭാവി അല്ലെങ്കിൽ റിന്യൂവബിൾ എനർജിയുടെ ഭാവി കേരളത്തിൽ എന്നുള്ളത് നമ്മൾ വെയിറ്റ് ചെയ്ത് തന്നെ കാണേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്, ഇൻഫർമേഷനാണ് നിങ്ങൾക്ക് മുമ്പിലേക്ക് എത്തിക്കാനുള്ളത്. താങ്ക്